ഏത് ബുക്കാ വായിച്ചത്? അമ്മ, ഞാൻ വായിച്ചത് ജോഹന്ന സ്പൈറിയുടെ ഒരു ഹെയ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിക് നോവലാണ്. എന്താണ് അതിൽ പറയുന്നത്? ഇതിൽ ഹെയ്തി എന്ന് പറയുന്ന ഒരു ക്യൂരിയസ് ഗേളിനെ കുറിച്ചിട്ടാണ്. അവള് തന്റെ ഗ്രാൻഡ് ഫാദർ, അവളുടെ ഫാദർ ആൻഡ് മദർ മരിച്ചു പോയിരുന്നു. അപ്പോൾ അവൾ ഓർഫനായിരുന്നു. ആൻഡ് ഡേറ്റ് ആൻറ്റി എന്നു പേരുള്ള ഒരു ആൻറ്റി ഈ ഹെയ്ദിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഹെയ്ദി നേരത്തെ താമസിച്ചിരുന്നത് ഒരു പട്ടണത്തിലായിരുന്നു. ബട്ട് her grandfather's house is in a village. അപ്പോൾ ഹെയ്ദി ഈ വില്ലേജിൻ്റെ വിസ്മയങ്ങളും നേച്ചറൈസ്ഡ് ഭംഗികളും ഒക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ ഹെയ്ദി ഈ പൂക്കളുടെയും പക്ഷികളുടെയൊക്കെ കൂട്ടുകാരൊക്കെ ആയി. അങ്ങനെ ഒരു ദിവസം ഡേറ്റ് ആൻറ്റി അവളെ വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനോടും അവിടെ ഒരു പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആട്ടിടയനുണ്ട്. അപ്പോൾ ആ ആട്ടിടയൻ്റെ കൂടെ പോകും ആട് മേയ്ക്കാൻ. അങ്ങനെ അവരായിട്ടൊക്കെ ഫ്രണ്ട്സായി. അപ്പോൾ ഒരു ദിവസം ഡേറ്റ് ആൻറ്റി വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഡേറ്റ് ആൻറ്റി പറഞ്ഞു ഡേറ്റ് ആൻറ്റിക്ക് ഒരു വീട്ടു ജോലി, പാത്രം, കിച്ചണിലെ വീട്ടു ജോലി ഉണ്ട് കിട്ടി. അപ്പോൾ അവിടെ ഒരു വയ്യാത്ത എന്ന് വെച്ചാൽ വീൽ ചെയറിൽ നടക്കാൻ പറ്റാത്ത ഒരു കുട്ടിയുണ്ട്, ക്ലാര എന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് ഷീ ഈസ് ഇൻ 12 years ഓൾഡ്. ഹെയ്ദി ഈസ് 8 years ഓൾഡ്. അപ്പോൾ അവിടുത്തെ ഒരു ലീഡറിനെ പോലെ നിൽക്കുന്ന ഒരു ലേഡി ഉണ്ട് ആ ഫാമിലിയിൽ. ആ ലേഡിയുടെ പേര് റോട്ടമയർ എന്നാണ്. അപ്പോൾ ആ ലേഡി പറഞ്ഞു ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഈ ക്ലാരയുടെ വയസ്സിനനുസരിച്ച് ഒരു കുട്ടീനെ വേണം. അപ്പോൾ ഹെയ്ദിനെ കൊണ്ടുപോയി. പക്ഷെ ഹെയ്ദിക്ക് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ റോട്ടമയർ ആദ്യമൊക്കെ ഹെയ്ദിനെ ഇഷ്ടമല്ലായിരുന്നു, പതിയെ ഇഷ്ടമൊക്കെ ആയി. പക്ഷേ ഷീ ഈസ് മിസ്സിങ് ദി വില്ലേജ്. അപ്പോൾ അവൾക്ക് പനിയായി, സിക്കായി. ക്ലാരയോടൊക്കെ ഫ്രണ്ട്സായി. എന്നാലും ഇവൾക്ക് നേച്ചറായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ പറ്റില്ല. അവൾ കാറ്റിനെയൊക്കെ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ക്ലാരയുടെ കൂടെ കളിക്കാനൊക്കെ പോയി. അപ്പോൾ റോട്ടമയർ അതൊന്നും അനുവദിക്കുന്നില്ല. അപ്പോൾ അവൾ അവസാനം സിക്കായി. അപ്പോൾ സിക്കായപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇവൾക്ക് ഇത് വേണം, അവൾക്ക് വെറുക്കുന്നുണ്ട്, വില്ലേജിൽ പോകണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷി വാണ്ട്സ് ടു ഗോ ടു വില്ലേജ്, സോ നിങ്ങൾ വില്ലേജിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ വിട്ടു, ബായൊക്കെ പറഞ്ഞ് വിട്ടു. പിന്നെ അവിടെ വീണ്ടും സൗഹൃദമൊക്കെ ആയി. അങ്ങനെ അവിടെ കളിച്ചിട്ട് നടക്കുമ്പോൾ ക്ലാര അങ്ങോട്ട് വന്നു. അപ്പോൾ ക്ലാരയുടെ കൂടെ കളിക്കുമ്പോൾ പീറ്റർ എന്നാണ് ആ ആട്ടിടയൻ്റെ പേര്. പീറ്റർ ഇച്ചിരി വിക്കായി. ബിക്കോസ് ഈ ഹെയ്ദിയും ക്ലാരയും കൂടി കളിക്കുന്നതാണിത്. അപ്പോൾ ക്ലാരയുടെ വീൽ ചെയർ ഉറങ്ങുന്ന നേരത്ത് നേരത്ത് എടുത്ത് എറിഞ്ഞു കളഞ്ഞു ബാലിയിലേക്ക്. പക്ഷെ അത് സഹായകരമായി, കാരണം ക്ലാരയ്ക്ക് നടക്കാൻ പറ്റി. അങ്ങനെ അവരൊക്കെ പോയി ടാറ്റയൊക്കെ പറഞ്ഞു. അങ്ങനെ ഹെയ്ദി വീണ്ടും ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. ഇതാണ് ഈ ബുക്കിൻ്റെ സമ്മറി. ഇത് മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വായിക്കണം. ഇറ്റ് ഈസ് വെരി ഗുഡ് ബുക്ക്. നിങ്ങൾ എല്ലാവരും സ്കൂൾ ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വായിക്കേണ്ട ഒരു ബുക്കാണ്. ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത് വണ്ടർ ഹൗസ് ആണ്. ഇത് ഹെയ്ദി മാത്രമല്ല, സോ മെനി ബുക്സ് ആർ ദെയർ ഇൻ
So many classics are there in published by Wonder House. നമ്മൾ അറിയാത്ത കുറേ ക്ലാസിക്സ് ഉണ്ട്, കുറേ ഫേമസ് ക്ലാസിക്സ് ഉണ്ട്. I will read the list. The Jungle Book, The Wizard of Oz, Gulliver's Travels, Black Beauty, A Christmas Carol, Dracula, Robinson Crusoe, Little Woman, The Time Machine, Heidi, Don Quixote. അങ്ങനെ കുറേ അനവധി 50 ബുക്സ് ഉണ്ട്. ഈ 50 ക്ലാസിക്സ് 50 ക്ലാസിക്സ് ഈ വണ്ടർ ഹൗസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഹെയ്തി വായിക്കുമല്ലോ. അപ്പോൾ അടുത്ത ദിവസം